ഈച്ച കടിച്ചിട്ടുണ്ട്. ഈച്ച എങ്ങനെ കടിച്ചാൽ എത്ര ചോര കുടിക്കേണ്ടി വെച്ചിട്ട് ഞങ്ങൾ. നിങ്ങൾക്ക് പയ്യൊക്കെ നല്ല തടിയുള്ള പയ്യ. കുറേ ക്ഷീണം വന്നു പോയി. ആ പയ്യൊക്കെ തടിയുണ്ടായിരുന്നു. ഈച്ച കടിച്ചതിൻ്റെ ദിവസം എങ്ങനെയായത്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ കർക്കിടകം കഴിഞ്ഞാലും കിട്ടില്ല. പിന്നെയും 2-3 മാസമില്ലേ. മഴ പോയോളം ഒന്നിനും പറ്റില്ല. എല്ലാ നാട്ടിലുണ്ടെന്ന് എല്ലാവരും പറയണ്ട ഈച്ച ഉണ്ടെന്ന്. ഇന്ന് പിന്നീട് ആരാ പറഞ്ഞു ഞങ്ങളെ പൈൻ്റെ മേത്തിട്ട് ഈച്ച ഇല്ല, കോഴിച്ചനെ ഒരു പെണ്ണിൻ്റെ അടുത്തുണ്ട്. ഒന്ന് പോയി നോക്കണം, കൊണ്ടിരിക്കണം വിചാരിച്ചിട്ട്. ഇപ്പോൾ പൈസ കൊടുത്തിട്ട് നോക്കിയിട്ട് കാര്യമില്ല. സാധനം സംഗതി കിട്ടണ്ടേ. നമ്മൾ അറ്റങ്ങൾക്ക് ഒരു സ്വസ്ഥ കുടുക്കി കെട്ടിട്ടാൽ ഇതിങ്ങനെ ഈച്ച അടിച്ചാൽ ഒന്നിനേരം ഒരു ഉറക്കം തന്നെ അറ്റങ്ങൾ മര്യാദ കിട്ടില്ല. പാവാണ്. ഇത് ഫുള്ള് തേച്ച് നന്നാക്കി വക്കിനൊക്കെ ടൈൽസ് ഇട്ട് കാണാൻ തീർക്കുന്നത് വരെ ടൈൽസ് ഇട്ട് നല്ല ഉമരും അടി മൂളൊക്കെ എല്ലാം വൃത്തിയാണ്. തൊയ്ത്ത് നല്ല ഐറ്റ്, തറ നല്ല ഐറ്റാണ്. വളക്കുച്ച് വേക്ക് പാടില്ല. വളം വാരി പുറത്തേക്ക് കഴിക്കണം. മൂത്രത്തിന് വേറെ ടാങ്ക് കെട്ടണം. ഇന്നലെ പൈക്കള് എന്തായാലും പരിസരം നല്ല വൃത്തിയായി കിടക്കണം. ഇതിന്ന് ഫാനും വെക്കണം. നമുക്ക് ഇപ്പോൾ തൊയ്ത്തിൽ ഫാനും വെക്കാൻ സൗകര്യമുണ്ട്. ഫയറും വലിച്ചിട്ടില്ല. നാളെ ഞാൻ ചെക്കനോട് പറഞ്ഞു രണ്ടെണ്ണം അതിന് വെച്ച് ചോദിച്ചു. അപ്പോൾ അവന് പിന്നെ സമയം കിട്ടില്ല. ഇതിൻ്റെ പണി എടുത്താൽ പിന്നെ നേരം കിട്ടില്ല. ഇന്ന് വെക്കണം നേരം എന്നും വെക്കണം എന്ന് അറിയുന്നില്ലാതെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഒരു പാരങ്കാരൻ അവിടെ നമ്മളെ പരിസരത്ത് നിന്ന് ഒരാളെ കിട്ടാൻ. ഫാന് അടികുടുക്കുള്ള ഫാൻ നല്ല സുഖമാണ്. ഈ പടവിന് ചെറിയ പേജേ ഈ ഇങ്ങനെ കാറ്റ് വീശി കൊടുക്കണേ അടിക്ക് കമരിന് വെച്ചിട്ട് അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ ഈശ കുറക്കാൻ കഴിയും. നിലത്ത് കൂടെ ഇങ്ങനെ വീശുന്നുണ്ട്. നമ്മളെ ഓട്ടോമേലുണ്ടായിരുന്നു ഇതിങ്ങനെ കട്ടക്ക് ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ അവിടുത്തെ ഈച്ചി കൂടി അവിടുന്ന് ആ പേനാണ്ട് ഇട്ട് കൊടുത്താൽ പാറിപ്പോവും. അതിനുള്ള സൗകര്യമൊക്കെ വേണം. ഇതൊക്കെ കൂടി തൊയ്ത്തല്ലേ. അല്ലെങ്കിൽ ഒരു നിലയ്ക്കും രക്ഷപ്പെടില്ല. എല്ലാം പാലും കുറയും. കൊതു കടിച്ചാൽ കൊതു കടിച്ചാൽ പൊതുവെ ക്ഷീണിച്ച് ഔഷധമായിരുന്നു. ഇപ്പോൾ ഈ 2 മാസം കൊണ്ട് പൈക്കളെ ചടച്ചു. ഈ മഴ പെയ്തതിൻ്റെ ദിവസം പൈക്കളെ ഭംഗിയൊക്കെ പോയി. ഈച്ചൻ്റെ ശല്യം തന്നെ. കിടക്കോളം വൃത്തിയില്ല. ഓൽക്കൊരു സ്വസ്ഥതയില്ല. ഏത് നേരം തട്ടലും മുട്ടലും പാല് അയടക്കുള്ള സമയമില്ല. ഇത് കാലിട്ടടിക്കുക, തലട്ടടിക്കുക. ഒരു സ്വസ്ഥതയില്ല. തിന്നാൻ പാടത്ത് പോയാൽ തിന്നാൻ കഴിയില്ല. ഈച്ച കടിച്ചിട്ട് ചോര ഫുള്ള് കുടിച്ച് പോവല്ലേ. വറ്റ ക്ഷീണിക്കണം. ഇനിയിപ്പോൾ കർക്കിടക മാസം കഴിയണം. പാടത്തും എല്ലായിടത്തും ഈച്ചുണ്ട്. ഈച്ച ഇല്ലാത്തൊരു സ്ഥലമില്ല. നമ്മൾ ഏല പോയാൽ അവിടെ ഈച്ചൻ്റെ പോയി. പിന്നെ ഞാൻ ഇത് വേപ്പെണ്ണ മേടിച്ചു കൊടുന്നു. എല്ലാവരും പറഞ്ഞു വേപ്പെണ്ണ തേച്ചാൽ മതിയാണ്. വേപ്പെണ്ണ തേച്ചിട്ട് അത് ഒരു ഇത് മെഡിക്കൽ ഷാപ്പിൽ നിന്ന് മേടിച്ചാണ്. ഒന്നിനും പറ്റൂല. 5 പൈസക്കായ വേപ്പെണ്ണ. എവിടെ ഒറിജിനൽ വേപ്പെണ്ണ കിട്ടാണ്ടെങ്കിൽ മുമ്പൊക്കെ നമ്മളെ വേപ്പെണ്ണ അടിച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വാസനിച്ചാൽ എല്ലായിടത്തും വാസന ഉണ്ടാവും. കൊതു പോവുകയും ചെയ്യും. ഈച്ചളൊന്നും ഇരിക്കില്ല. ഇപ്പം വേപ്പെണ്ണ അവിടെ തേച്ചാൽ പൈസ പോയി എന്നല്ല. എന്താ അതിൽ വെള്ളമാണ്. വേപ്പെണ്ണൻ്റെ ഒരു ഉപകാരം അതുകൊണ്ടില്ല. ആ പൈസ കൊണ്ട് പോയി. അത് എത്ര തേക്കുക. നല്ല വേപ്പെണ്ണ കിട്ടിയാൽ കുറേ ഉപകാരം ഉണ്ടാവും. ഇത് നല്ല വേപ്പെണ്ണല്ല. ഈച്ചെല്ലാം പോക്കാനുള്ള മരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് എഴുതി അറിയിച്ചാൽ തിരക്കിടില്ല. നല്ല ഈച്ചൻ്റെ കടിയിൽ നിന്ന് മാറി കിട്ടും. ആകെ ഈച്ചയാണ്. കമൻ്റായിട്ട് എഴുതിയാൽ നമുക്കൊരു ഉപകാരത്തിൽപ്പെടും. ഈച്ച കൊണ്ട് നമ്മൾ പൊറുതി മുട്ടിയും ഒരു രക്ഷയില്ല. ഇപ്പം ഈ 2-3 മാസം ഇപ്പം എങ്ങനെയും കഴിച്ചിലായി കിട്ടാനാണ് പ്രയാസം. അത് കഴിഞ്ഞാലേ നമ്മൾ രക്ഷപ്പെട്ടു. ഈ 2 മാസം പേടിയാണ്. പേടിച്ചാൽ ഇതിലേറെ വലിയൊരു ബുദ്ധിമുട്ട് വേറെ ഒന്നുമില്ല. എല്ലാ കൊല്ലം ഉണ്ടാവും. കൊല്ലം കുറച്ച് കൂടുതലുണ്ട്. കൊല്ലം ഏറ്റവും ഈച്ച. കടല ദമ്മും മഴ പെയ്യുകയാണെങ്കിൽ കുറേ പോവും. ശക്തിയിലുണ്ടല്ലോ ഒരു മഴ. ശീതക്കാറ്റ് ഇതുകൊണ്ട് കൊതരണ മഴ ചെയ്താൽ കുറേ ചത്തുപോകും. ഈ ചാറ്റൽ മഴ എങ്ങനെ പെയ്യുന്നിടത്തോളം ഇതിങ്ങനെ പെരുകയാണ്.